ഹായ് ഓൾ, ഇത് അഗെയിൻ വെക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് തന്നെയാണ്. ഞാനപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ അമ്മ ഞാൻ ചെന്നതിനപ്പം തന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുവാണ്. തട്ടിക്കൂട്ട് ഉണ്ണിയപ്പമാണ്, വലിയ സെറ്റപ്പുള്ള ഉണ്ണിയപ്പമൊന്നുമല്ല. എന്നാലും അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു രുചി തന്നെയല്ലേ. അങ്ങനെ ഞാനും അമ്മയും കൂടെ കിച്ചണിൽ നാളമ്പത്തരമൊക്കെ കാണിച്ച് ഫൈനലി ഉണ്ണിയപ്പമൊക്കെ ചുട്ടിട്ടിട്ട് ആ പാത്രം ഫുൾ അങ്ങ് നിറച്ച് കേട്ടോ. ദെൻ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് അങ്ങോട്ട് വായിലേക്ക് ഇട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ പഴമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ ഉണ്ണിയപ്പം കഴിച്ചോണ്ട് ഞാൻ നേരെ അപ്പുറത്തെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്മയുടെ ചേട്ടന്റെ വീട് ചെല്ലാൻ താനെ അപ്പൊ അങ്കിളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി. ദെൻ ഞങ്ങള് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ബസ്സിനകത്ത് നിറച്ച് സ്കൂൾ കുട്ടികളൊക്കെ കയറുന്നു. അപ്പൊ എനിക്ക് നൊസ്റ്റാൾജിയ വന്നു. നൊസ്റ്റാൾജിയയുടെ അസുഖം എനിക്ക് പണ്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അങ്കിള് ബസ് സ്റ്റോപ്പിന്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാരണം വഴി തെറ്റാതെ വീട്ടിൽ കയറാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ കോടും കട്ടിക്കൂടും ഞങ്ങൾ എങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ലടേ. വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി. പക്ഷെ എനിക്കകത്ത് കയറണ്ട, ഈ പഴയ വീടിന്റെ വരാന്തയിലൊക്കെ ഇരിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ച് ആന്റി ഒരു വിശറിയൊക്കെ തന്ന് അതും വീശിക്കൊണ്ട് അങ്ങനെ ഇരുന്ന്. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീട്ടില് മറ്റേ കപ്പപ്പുട്ടായിരുന്നു കേട്ടോ. നല്ല രുചിയാണ് ഇത്. എനിക്ക് കപ്പപ്പുട്ട് കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ കപ്പപ്പുട്ട് അങ്ങനെ പിച്ചി അങ്ങോട്ട് കഴിക്കും. എനിക്ക് പഞ്ചസാരയോ പഴമോ ഒന്നും വേണ്ട. കപ്പപ്പുട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, കിട്ടുക. കഴിച്ചവരുണ്ടെങ്കിൽ പറയണേ. ദെൻ ഈവനിങ് ആയപ്പോൾ നമ്മൾ ലോക കാണാൻ പോയി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ശുഭം.